പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുമുൻപിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് വേണ്ടി കർത്താവേ, ഈ നവംബർ മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇനിയും സ്വർഗത്തിൻ്റെ ആ വലിയ സൗന്ദര്യം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആശ്വാസത്തിലേക്ക് കടക്കാനായി കാത്തിരിക്കുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും കർത്താവെ, അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങ് വിശുദ്ധിയുടെ നാട്ടിലേക്ക്, പ്രകാശത്തെ നാട്ടിലേക്ക് ആനയിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നവംബർ മാസത്തിന്റെ 26-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും ശുദ്ധീകരണ ആത്മാക്കളുടെ ജീവിതത്തിന്റെ മേഖലകളുമൊക്കെ ആയിട്ട്, ശുദ്ധീകരണ മേഖലകളൊക്കെ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ കാണുകയും നമ്മൾ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. നമ്മുടെ പോരായ്മകൾ ഏതൊക്കെ മേഖലയിലാണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ വിവിധങ്ങളായ രീതിയിലുള്ള മരണത്തിലൂടെ വേർപിരിഞ്ഞു പോയിട്ടുള്ളവര്, ഇവരുടെയൊക്കെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാത്തത് മൂലം വന്നുപോയ പോരായ്മകളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ശുദ്ധീകരണ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഞാനൊരു കർമ്മലീത്ത മാതൃസഭയിൽപ്പെട്ട വൈദികനാണ്. കർമ്മലീത്ത മാതൃസഭ 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് പലസ്തീനായിലെ കർമ്മല മലയില് രൂപം കൊണ്ട ഒരു സന്യാസ സമൂഹമാണ്. നമുക്കറിയാം, പുരാതനമായ ഒരു സന്യാസ സമൂഹം പരിശുദ്ധ കർമ്മല മാതാവിന്റെ പ്രത്യേക സംരക്ഷണയില് ആരംഭിച്ച സന്യാസ സമൂഹമാണ്. ഈ കർമ്മല മാതാവ് 1251 ജൂലൈ മാസം 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു കർമ്മല ഉത്തരീയം കൊടുക്കുകയുണ്ടായി. അതാണ് ബ്രൗൺ സ്കാപ്പുലർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വെന്തിങ്ങ എന്ന് പറയും. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഉത്തരീയം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഭക്തിപൂർവം ഈ ഉത്തരീയം നിങ്ങൾ സ്വീകരിക്കുക. ഇത് എൻ്റെ സാഹോദര്യത്തിന്റെ അടയാളമാണ്. ഈ ഉത്തരീയം നിങ്ങൾ ധരിച്ച് ഇതിന്റെ സംരക്ഷണയിൽ, അമ്മയുടെ ആ സംരക്ഷണത്തിന് കീഴിൽ നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നിത്യ നരകാഗ്നിയിൽ നിപതിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകി. നമുക്കിതിന് ദൈവത്തിന്റെ വചനം നൽകുന്ന ഒരു സ്ഥിരീകരണം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എന്ത് കാര്യം പറയുമ്പോൾ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ദൗത്യം എന്നത് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണോ? പരിശുദ്ധ അമ്മ വഴി എല്ലാ കൃപയും കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. നമ്മുടെ കാര്യം അതല്ല. നമുക്ക് വചനം പറഞ്ഞു തരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായം 26-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും കുരിശിന് ചുവടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അന്ന് ആ ശിഷ്യനോട് പറയേണ്ടത്, ഇതാ നിന്റെ അമ്മ. സ്വന്തം അമ്മയെ ഈശോ നമുക്കൊക്കെ അമ്മയായിട്ട് നൽകുകയാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നുണ്ടല്ലോ, ഈ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, അപ്പൊ ഈശോയിലേക്ക് നമുക്ക് ചെന്നെത്താനായിട്ട് ഏറ്റവും എളുപ്പ മാർഗമാണ് പരിശുദ്ധ അമ്മ. അതായത് സ്വർഗത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന ഗൗണി. ഈ ഗൗണിയിലൂടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതുമായ മനോഹരമായ കാഴ്ച നമ്മൾ യാക്കോബ് കാണുന്നതായിട്ട്, പൂർവ്വപിതാവ് യാക്കോബ് കാണുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 28-ാം അധ്യായത്തിൽ. പ്രിയമുള്ളവരെ, ഈ പൗരസ്ത്യ പിതാക്കന്മാർ അതിനെ ഇപ്രകാരമാണ് പഠിപ്പിക്കുക: ഈ സ്വർഗത്തിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ഗൗണി എന്നത് പരിശുദ്ധ അമ്മയാണ്. അപ്പൊ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്ക് ഏറ്റവും അടുക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ പറയുന്നു, കാനായിലെ കല്യാണ വിരുന്നില് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇവൻ എന്റെ പുത്രൻ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യ്, അവന്റെ വചനം കാക്ക്,
അവന്റെ വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ വചനം കാത്ത് കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് സ്നേഹത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ആത്മാക്കൾ അവര് നിത്യഭാഗ്യം തീർച്ചയായിട്ടും സ്വന്തമാക്കും. എന്നാൽ ഈ ലോകത്തില് നമുക്ക് പോരായ്മകള്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പോരായ്മകളാണ് നമ്മളെ ശുദ്ധീകരണ അവസ്ഥയിൽ നമ്മളെ സ്നേഹപൂർവ്വം ദൈവം ശുദ്ധീകരിക്കുകയാണ്, അവിടുത്തെ കാണാൻ തക്ക രീതിയിൽ. അതാണ് ശുദ്ധീകരണ സ്ഥലം. പലപ്പോഴും നമുക്കതൊരു പീഡിപ്പിക്കുന്ന ഇടമാണ്. ഒരു നിത്യ നരകാഗ്നി, അല്ലെങ്കിൽ നരകാഗ്നി അല്ല, ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നത് തീ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. നമുക്ക് തിരിച്ചറിയാം, ദൈവത്തെ കാണാൻ പറ്റാത്ത ആത്മാവിന്റെ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അതും നമ്മുടെ ഈ ലോകത്തിലെ ശുദ്ധതയ്ക്കെതിരായിട്ട് വന്നുപോയ തെറ്റുകള് വിശുദ്ധിക്ക് ചേരാത്ത ജീവിതത്തിലൂടെ വന്നിട്ടുള്ളതാകാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ, വീണ്ടും നമ്മൾ കർമ്മലീത്ത സഭയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, ഒരു സബാറ്റിൻ പ്രിവിലേജ്, ഈ സബാത്തിൻ എന്ന് പറഞ്ഞ ശനിയാഴ്ച, സബാത്തിൻ ഈ ശനിയാഴ്ച മാതാ പറയുന്നത്, അമ്മ നൽകുന്ന ഈ ഉത്തരീയം അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് അത് ഭക്തിപൂർവ്വം ചുംബിക്കുന്നവർക്ക് 500 ദിവസത്തെ ദണ്ഡവിമോചനം പരിശുദ്ധ പിതാവ് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോ ഈ കർമ്മല ഉത്തരീയം ധരിക്കുകയും പ്രത്യേകിച്ചും അത് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ആ ഒരു വാഗ്ദാനം, ഒരു പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻ, വ്യവസ്ഥകളുണ്ട്. അതായത് ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാവസ്ഥയില് വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതിനുവേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള വ്യക്തികൾ, വീഴ്ചകൾ ഉണ്ടാകും, മനുഷ്യനാണ്. പക്ഷെ ഇതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? അമ്മയുടെ മാധ്യസ്ഥം തേടിയിട്ടുണ്ടോ? എന്തിനു വേണ്ടി? ആ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ കുരിശിൻ ചുവട്ടിൽ നമുക്ക് തന്ന അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ചെറിയൊരു ഓഫീസ് എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇതാണ് അതിന് പറയുന്ന വ്യവസ്ഥകൾ. പിന്നെ നമ്മുടെ കുമ്പസാരക്കാരൻ, കൺഫസർ നൽകുന്ന ആ ഒരു പെനൻസ്, പ്രായശ്ചിത്തം നിറവേറ്റുക. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കർമ്മല ഉത്തരീയം നമ്മൾ സ്വീകരിച്ച് ധരിക്കുക, 2 ജീവിത വിശുദ്ധി പാലിക്കുക, 3 പറഞ്ഞ 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ട്. ചെറിയ പ്രാർത്ഥനകൾ, ജപമാല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നൽകുന്ന പരിഹാര പ്രവൃത്തി, അത് നമ്മൾ ചെയ്യുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം അവിടെയുണ്ട്. പരിശുദ്ധ അമ്മ തുടർന്നു വരുന്ന ശനിയാഴ്ച, അതാണ് സാബറ്റീൻ പ്രിവിലേജ്, ഈ ശനിയാഴ്ച ഈ ആത്മാക്കളെ ശുദ്ധീകരണം പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുന്നു. അതായത് എത്രയോ സന്തോഷമുള്ള ഒരു ജീവിതമാണ്, ഒരു കാര്യമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുന്നു. മരിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മ നമ്മുടെ മരണനേരത്തുമുണ്ട്. ഇനി നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് പോകണതെങ്കിൽ പരിശുദ്ധ അമ്മ അവിടെയും നമുക്ക് സഹായമുണ്ട്. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കും, നമ്മളെ എത്രയും പെട്ടെന്ന് ഈശോയുടെ പക്കലേക്ക് എത്തിക്കാൻ. ഈശോയാണ് ആത്യന്തികമായിട്ട് നമ്മളെ ദൈവത്തിന്റെ പക്കലേക്ക്, അവിടുത്തെ ആ മരണമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങള്. ഈശോയുടെ കുരിശിലെ മരണം സാത്താനെ പരാജയപ്പെടുത്തി, നമ്മുടെ കടങ്ങൾ എടുത്തു മാറ്റി, നമ്മുടെ പാപത്തിലും നമ്മൾ വീണ്ടെടുത്തു, നമുക്കുണ്ടാകാമോ നിത്യമരണത്തിൽ നമ്മളെ മോചിപ്പിച്ചു. ഇതൊക്കെ നൽകുന്നത് കർത്താവിന്റെ കുരിശിലെ മരണമാണ്. അതിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ച് അത് സ്വന്തമാക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ സബറ്റിൻ പ്രിവിലേജ്. അപ്പൊ നമ്മള് ഈ നവംബർ മാസത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ശുദ്ധീകരണ സ്ഥലം. അതൊരു സ്ഥലം എന്നതിലുപരി ഒരവസ്ഥയാണ്. അത് സ്നേഹപൂർവ്വം ദൈവം ഒരാത്മാവിനെ വിശുദ്ധീകരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് അവിടത്തെ ദർശിക്കാൻ, ആ സ്വർഗത്തിന്റെ പ്രകാശത്തിലേക്ക് കടക്കാൻ, നിത്യ സൗഭാഗ്യം നേടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓർക്കാം, ഈ ശുദ്ധീകരണ സ്ഥലവും പരിശുദ്ധ അമ്മയുടെ ആ കർമ്മല ഉത്തരീയവും, അതുപോലെ ആ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്ക് നൽകുന്ന സബറ്റിൻ പ്രിവിലേജ്, അത് പ്രത്യേകിച്ചും കർമ്മലീത്ത സഭയിലെ വൈദികരിലൂടെയാണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രിവിലേജ് അതിനുവേണ്ടി ഉത്തരീയം കൊടുക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരെ ആത്മീയമായിട്ട് ഒരുക്കുന്നതും അവരെ ആ ഈശോയിലേക്ക് അടുപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയ ഉത്തരവാദിത്വം. പ്രിയമുള്ളവരെ, നമുക്കും നൽകപ്പെട്ടിട്ടുള്ള ഈ കർമ്മല ഉത്തരീയം നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിച്ച് ധരിക്കാം. ഇത് ധരിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ധരിച്ചത് കൊണ്ട് മാത്രമായില്ല, ഞാനൊരു കർമ്മല ഉത്തരീയമാണ് ഇട്ടേക്കുന്നത്, പക്ഷെ ഞാൻ ഓരോ നിമിഷവും തിരിച്ചറിയണം, ഞാനൊരു കർമ്മലീത്ത, ഒരു വൈദികനാണ്, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചവനാണ്.
അമ്മ പറയുന്നു, പുത്രൻ ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യും മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് പാപത്തിൽ വീഴാൻ ഇടയാകില്ല. നിങ്ങളുടെ കുറവുകളെ ഈശോ പരിഹരിച്ച് നിങ്ങളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഈ അമ്മയുടെ ഉത്തരീയത്തിന്റെ കീഴിൽ അഭയം തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ ഇപ്രകാരം അമ്മയുടെ ആ ഒരു സംരക്ഷണയിൽ ജീവിച്ചിട്ടുള്ളവരാണ്. അമ്മയോട് ഭക്തിയുള്ളവരായിരുന്നു. അമ്മയുടെ ഉത്തരീയം ധരിച്ച് ജീവിച്ചിട്ടുള്ളത്, അതിന്റെ വിശുദ്ധി പാലിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത്, എങ്കിലും പോരായ്മകളായിട്ട് മനുഷ്യ നിലയിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസമാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോയുടെ പക്കല് സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയോട് ചേർന്ന് ഈ ഉത്തരീയം ധരിച്ച് അമ്മ നൽകുന്ന ഈ ജപമാല പ്രാർത്ഥനയൊക്കെ ധ്യാനിച്ച് ഈ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ദിവസം 26-ാം തീയതി നന്നായി പ്രാർത്ഥിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രൂദ് വഴി നൽകിയ പ്രാർത്ഥന: സ്വർഗീയ പിതാവേ, നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊത്തു ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെയും ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള ഞങ്ങളുടെ തലമുറയിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.